ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവെഴുത്തുകളിലൂടെ ഈ ദിവസങ്ങളിൽ കടന്നു പോകുവാൻ കർത്താവ് നൽകിയിട്ടുള്ള അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ വളരെ സുപ്രധാനമായൊരു ഭാഗ്യവർണ്ണനയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ച് വന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ആ വാചകത്തോടുള്ള ബന്ധത്തിൽ ഒരു സുപ്രധാനമായ മേഖലയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചത്. നാം ദൈവത്തിൻ്റെ കരുണ ധാരാളം അനുഭവിച്ച ആളുകളാണ്. നമുക്ക് ലഭിച്ച പാപമോചനത്തിൽ വെളിപ്പെട്ടതായ കരുണയെക്കുറിച്ച് നാം ഓർക്കാനിടയായിട്ട് തീർന്നു. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ഉള്ള വലിയ കടപ്പാടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പ്രധാനമായിട്ടും ചിന്തിച്ചത്. ആ വിലപ്പെട്ട വാക്കിൻ്റെ മറ്റൊരു തലം കൂടി ഞാൻ ഈ ബന്ധത്തിൽ ചേർത്ത് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ സാധാരണ നിലയിൽ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നതായൊരു ചിന്ത ഉണ്ട്. നമ്മുടെ സഹോദരങ്ങളോട്, സഹജീവികളോട് പ്രായോഗിക തലത്തിൽ കാണിക്കാൻ കഴിയുന്ന കരുണ എന്നുള്ളതായ ആ വിസ്തൃതമായ വിഷയം നമുക്ക് വിസ്മരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ആ തലവും ഈ ബന്ധത്തിൽ ഞാനൊന്ന് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രസിദ്ധമായൊരു ഉപമയിൽ ഈ വാക്ക് ആ ബന്ധത്തിലും ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലാണല്ലോ നമുക്ക് നല്ല ശമര്യക്കാരൻ്റെ ഉപമ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ പ്രതിപാദനത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കുന്നില്ല. സൺഡേ സ്കൂൾ ക്ലാസ് മുതൽ നമുക്ക് പരിചയമുള്ളതായൊരു വേദഭാഗമാണ് എന്നുള്ളതുകൊണ്ട് വളരെ പ്രസക്തമായ 1-2 വാക്യങ്ങൾ മാത്രം വായിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. 10-ാം അധ്യായത്തിൻ്റെ 36-ഉം 37-ഉം വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ അവിടെ നാം കാണുന്ന വളരെ സുപ്രധാനമായ ഒരു സത്യം, ഈ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് അർദ്ധപ്രാണനായി കിടന്നിരുന്ന വ്യക്തിയോട് കരുണ കാണിച്ച ഒരു ശമര്യക്കാരനെക്കുറിച്ചാണ് കർത്താവ് അവിടെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സുപരിതമായ വേദഭാഗത്തിലൂടെ പ്രായോഗിക തലത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ കരുണയുള്ളവരായിരിക്കാം എന്നുള്ളതിൽ വളരെ എളുപ്പം ഈ വേദഭാഗത്ത് നിന്ന് അത് പറയാൻ കഴിയും എന്ന് വിചാരിക്കുകയായിരുന്നു. ഇവൻ ചെയ്ത കരുണയുള്ള പ്രവൃത്തികൾ നമ്മുടെ കർത്താവ് ഈ പ്രതിപാദനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ വാക്യങ്ങളൊന്നും നമ്മൾ വായിക്കേണ്ടതായ ആവശ്യമില്ല. നമുക്ക് നല്ല പരിചയമുള്ള വാക്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്നങ്ങ് പറഞ്ഞു മാത്രം പോകാം എന്ന് കരുതുകയാണ്. അർത്ഥപ്രാണനായി കിടന്നവനോട്
മനസ്സലിഞ്ഞ് ഈ ശമര്യക്കാരൻ അരികെ ചെന്നു എന്ന് നമ്മൾ 33-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറുവശമൊക്കെ നമ്മുടെ ഓർമ്മയിൽ വരും. അവിടെ ഇവനേക്കാൾ കടപ്പെട്ട 1-2 ആളുകൾ അതിൽ പോയെങ്കിലും അവർക്ക് അവനോട് കരുണ കാണിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതായ കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അതൊന്നും ഞാൻ വിശദമായിട്ട് പറയേണ്ടതില്ല എന്ന് കരുതുകയാണ്. അപ്പോൾ ഈ ശമര്യക്കാരൻ ഇവൻ്റെ നിസ്സഹായ അവസ്ഥയിൽ മനസ്സലിഞ്ഞ് അവൻ്റെ അരികെ ചെന്നു എന്ന് നമ്മൾ കാണുന്നു. ഞാനങ്ങ് തിരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം ഒറ്റ ശ്വാസത്തിൽ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന പിള്ളേർക്കുമൊക്കെ പറയാനായിട്ട് സാധിക്കുന്നതായ കാര്യമാണ്. രണ്ടാമതായിട്ട് അവന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി എന്ന് നമ്മൾ 34-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കർത്താവ് പറഞ്ഞ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊക്കെ കരുണയുടെ വലിയ പ്രവൃത്തികൾ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ചേർത്ത് ഓർക്കുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ധാരാളം അവസരങ്ങളുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വാക്കുകൾ നമുക്ക് ആ നിലയിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ മൂന്നാമത്, അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി അവനോട് കരുണ കാണിച്ചു എന്ന് നമ്മൾ കാണുകയാണ്. 34-ാമത്തെ വാക്യത്തിൽ തന്നെ അത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യനോട് എത്ര ആർദ്രതയോടുകൂടിയാണ് ഈ ശമര്യക്കാരൻ വർത്തിച്ചത് എന്ന് നമ്മൾ കാണുന്നു. 4-ാമത്, വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി അവന് രക്ഷ ചെയ്തു എന്നുള്ളത് നമുക്ക് ആ വാക്യത്തിൽ തന്നെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 5-ാമതായിട്ട്, 2 വെള്ളിക്കാശ് കൊടുത്ത് അവൻ്റെ പരിചരണം ഉറപ്പാക്കിയ വലിയ കരുതൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഇതിൻ്റെ വിശദീകരണങ്ങൾ നിങ്ങൾ സ്വന്തം ധ്യാനിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 6-ാമതായിട്ട്, അധികം വല്ലതും ചെലവിട്ടാൽ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് വാക്കുകൊടുത്ത് വളരെ കരുണയോടുകൂടിയാണ് അവന് കൈകാര്യം ചെയ്തത് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവ് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞ ഈ ഉപമയിലൂടെ എത്രയോ മനോഹരമായ സത്യങ്ങളാണ് നമ്മുടെ കർത്താവ് വ്യക്തമാക്കിയത്. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് പറയാനായിട്ട് ശ്രമിക്കുന്നതായ കാര്യം, ഈ പ്രസംഗത്തിൽ കർത്താവ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്നുള്ളതായ ഈ ഭാഗ്യ വർണ്ണനയെ വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുമ്പോൾ എങ്ങനെയൊക്കെ കരുണയോട് സഹജീവികളോട് വർത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള മാതൃക നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഞാനിന്ന് ഈ വേദഭാഗത്തൂടെ കടന്നുപോയപ്പോൾ ഓർത്തു, നമ്മുടെ കർത്താവ് പറഞ്ഞതായ ഈ വിശദീകരണം ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ എത്രയോ വലിയ സ്വാധീനത നമ്മുടെ സമൂഹത്തിൽ തന്നെ വരുത്തുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു, നമ്മുടെ ഈ കർത്താവിൻ്റെ പ്രസംഗം എന്നുള്ളത് അതിൽ തന്നെ എത്ര വ്യാപകമായ സ്വാധീനത ചെലുത്തുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പല ആശുപത്രികളുടെയൊക്കെ പേര് ഈ വാക്കിനോട് ചേർന്നാണ്. സമരിറ്റൻ ഹോസ്പിറ്റൽ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ, ഗുഡ് സമരിറ്റൻ മിനിസ്ട്രി എന്നുള്ളതായ പേരുകൾ ഒക്കെ നമുക്ക് വളരെ ധാരാളം കേൾക്കാനായിട്ട് സാധിക്കുന്നതായ കാര്യമാണ്. നോക്കണേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ്
പറഞ്ഞതായ ഈ വാക്കുകൾ എത്രയോ വലിയ വ്യാപകമായ സ്വാധീനതയ്ക്ക് മുഖാന്തരമായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ കർത്താവിനെ വളരെ അടുത്തറിഞ്ഞ ആളുകളാണ്. നമ്മെ കർത്താവിനറിയാം, നമുക്ക് കർത്താവിനെ അറിയാം. എത്രയോ ഹൃദ്യമായ ബന്ധത്തിലേക്കാണ് സുവിശേഷം വിശ്വസിച്ചപ്പോൾ നാം വരുവാനിടയായിട്ട് തീർന്നത്. നമ്മുടെ കർത്താവ് ദൈവം മനസ്സലിവുള്ളവനാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ മനസ്സലിഞ്ഞ് ഈ അശരണനോട് കരുണ കാണിച്ചതായ ഈ മനോഹരമായ മാതൃക ദൈവമക്കളായ നമുക്ക് വളരെ അനുകരണീയമായ ഒന്നായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഈ വാക്കുകൾ അതിൻ്റെ എല്ലാ പ്രായോഗികതയിലും ഉൾക്കൊണ്ട് ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. വേദപുസ്തകത്തിൽ നിന്ന് ഈ വഴിയിലുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ എടുത്ത് പറഞ്ഞ് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. നമ്മൾ ആവർത്തന പുസ്തകത്തിലൂടെയാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അന്യനോടും പരദേശിയോടും അഗതികളോടുമൊക്കെ ഇസ്രയേൽ ജനം പുലർത്തേണ്ടിയിരുന്ന വളരെ കരുണയുടെ വഴികൾ എത്രയോ അധികം ഈ പുസ്തകത്തിൽ ആവർത്തിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകേണ്ടതില്ല എന്ന് കരുതുകയാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമുക്ക് കരുണയുള്ളവരായിട്ട് ജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഗുരുനാഥൻ്റെ പ്രസംഗത്തിൽ അത് ഭാഗ്യമാണ് എന്നുള്ളതായ കാര്യം എത്രയോ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. വളരെ പ്രസിദ്ധമായൊരു വാക്യം മാത്രം ഞാനൊന്ന് ചേർത്ത് പറഞ്ഞ് മുമ്പോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുന്നു. ഈ വാക്യം നമുക്ക് നല്ല പരിചയമുള്ള വാക്യമാണ്, എങ്കിലും നമുക്ക് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്തിട്ടുള്ള വാക്യമാണ്. ഭക്തിയുള്ള കുടുംബം എന്ന പുസ്തകത്തിൽ നമ്മളത് വളരെ വിശദമായിട്ട് വിശദീകരിക്കുവാനും ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഞാൻ ആ പരാമർശം പറഞ്ഞത്, ഞാൻ ഈ വാക്യത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണം വേണമെന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ പുസ്തകം റെഫർ ചെയ്താൽ അതിൽ ധാരാളം വിശദീകരണം ഈ ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ വാക്യം മാത്രം ഒന്ന് വായിച്ച് പോകാം. ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകും. അപ്പോൾ ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ഭക്തിയെ കുറിച്ച് യാക്കോബ് രേഖപ്പെടുത്തുമ്പോൾ ആ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ നല്ല ശമരിയാക്കാരൻ്റെ ഉപമയിൽ കാണാനിടയായിട്ട് തീർന്നതായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഒത്തിരി പോകുന്നില്ല. ഈ ആദ്യ വാക്കുകൾ അനേക വർഷങ്ങൾക്ക് മുമ്പ് എന്നെ സ്പർശിക്കാനിടയായിട്ട് തീർന്ന ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഉണ്ട്. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തി. അതുകൊണ്ട് ഞാൻ 1-2 വാചകമൊന്ന് പറഞ്ഞോട്ടെ. നാം സൂക്ഷിക്കുന്ന ദൈവഭക്തി ആർക്ക് സ്വീകാര്യമായിരിക്കണം എന്നുള്ളതാണ് ഈ വാക്യത്തിൽ വെളിപ്പെടുത്തപ്പെടുന്നത്. ഇനി ഗിരിപ്രഭാഷണത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് വളരെ കൃത്യമായി അനേക ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. കർത്താവ് കരുണയോടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുടെയൊക്കെ ഉദാഹരണം പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഊന്നിപ്പറയുന്നതായ കാര്യം ദൈവത്തിന് പ്രസാദകരമായി ചെയ്യാനായിട്ട് സാധിക്കണം. നിങ്ങളുടെ മനസ്സിൽ ചില ഉദാഹരണങ്ങൾ വരുന്നുണ്ടായിരിക്കാം, വിശദമായിട്ട് നമുക്ക് പിന്നീട്
നോക്കാം. ഇപ്പം ഭിക്ഷ കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടിയ ഒരു കാര്യമാണ്. അതിന് ഒത്തിരി വലിയ അന്വേഷണം നടത്താനും ഇയാൾ ശരിയല്ലാത്ത ആളാണോ എന്ന് തിരക്കാനും ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അതിനൊന്നും പോകേണ്ട ആവശ്യവുമില്ല. നമ്മുടെ കർത്താവ് ഭിക്ഷ കൊടുക്കുന്നതായ കാര്യം പറയുമ്പോൾ അത് കൊടുക്കണം എന്നുള്ളതായ കാര്യം വളരെ ഊന്നിപ്പറയുന്നുണ്ട്. ഗിരിപ്രഭാഷണത്തിൽ നമ്മളത് കാണുകയാണ്. പക്ഷേ ആ കാലത്തൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ ഇടയിൽ ഭിക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ഭിക്ഷ കൊടുക്കുന്നു എന്നുള്ളത് പൊതുവെ അറിയിക്കും. ഭിക്ഷ വേണ്ടിയവർ വന്ന് വാങ്ങാനായിട്ട് കൊടുക്കുന്നവരുടെ മുമ്പിൽ കാഹളം ഊതിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ആവശ്യക്കാർ വന്നോട്ടെ എന്ന് വിചാരിച്ചാണത് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ അങ്ങനെ കാഹളമൊന്നും ഊതിക്കണ്ട. കാരണം അതിൻ്റെ പിമ്പിൽ ഉള്ളതായ ലക്ഷ്യം മാറിപ്പോകുന്നതിന് ഇടയുണ്ട്. ഞാനെങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് 10 പേര് അറിയട്ടെ എന്നുള്ളതായ ആഗ്രഹം ഭരിക്കാനുള്ള സാധ്യതയുണ്ട്. യാക്കോബ് ഇത് എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്, പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ളതായ ഭക്തി. അതുകൊണ്ട് ഞാൻ ഒരു വാചകം ചേർത്ത് പറഞ്ഞു പോവുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് പ്രസാദകരമാകണം എന്നുള്ള ലക്ഷ്യത്തിലുള്ള ഏകാഗ്രത സൂക്ഷിക്കാനുള്ള ആവശ്യകത ഉണ്ട്. മനുഷ്യരെ പ്രസാദകരമായി തീരണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് നമ്മുടെ ഭക്തി കപടഭക്തിയായി പോകാനുള്ളതായ വലിയ അപകട സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ കരുണ കാണിക്കുമ്പോഴും അത് ദൈവത്തിന് പ്രസാദകരമായി ചെയ്യണം എന്നുള്ളതായ ആ വലിയ ലക്ഷ്യത്തിൻ്റെ ഏകാഗ്രതയിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് 1-2 ഒരു പ്രധാനപ്പെട്ട പ്രബോധനം ഉണ്ട്. എന്താണ് പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തി? അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നത്. അപ്പോൾ ഇത് ദൈവഭക്തിയുടെ ഒരു പ്രായോഗിക വശമാണ്. അതുകൊണ്ട് ഈ പ്രായോഗിക വശത്ത് നാം ശരിയായിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മിൽ പ്രസാദിക്കുകയുള്ളൂ എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഭക്തിയുള്ള കുടുംബം എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മൾ മറ്റുള്ളവരോടുള്ള ബന്ധം ദൈവഭക്തിയിൽ വെളിപ്പെടുത്തണം എന്നുള്ളതായ കാര്യം വിശദമായിട്ട് ചിന്തിക്കുമ്പോൾ തുടങ്ങുന്നത് ഇവിടെയാണ്. ഞാൻ അതോട് ചേർത്ത് ഒരു വാചകം ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഈ അനാഥരും വിധവമാരും നമ്മുടെ ഒരുപക്ഷെ ബന്ധത്തിൽപ്പെട്ടവരൊന്നും ആകണമെന്ന് നിർബന്ധമില്ല, ആത്മീക ബന്ധത്തിലുള്ളവരാകണമെന്ന് നിർബന്ധമില്ല. ഒരു സഹജീവിയോടുള്ളതായ സഹതാപവും കരുണയുമാണ് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പുസ്തകത്തിൽ ചിന്തിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകപ്രകാരം ഒരു ബന്ധവും ഇല്ലാത്തതായ ഒരു സഹജീവിയോട് കരുണ കാണിക്കുക എന്ന് പറയുന്നത് ഇത്രയും പ്രധാനപ്പെട്ട കാര്യമായിരിക്കുമ്പോൾ ദൈവം നമുക്ക് ഏറ്റവും വലിയ ആത്മീക ബന്ധം തന്നിട്ടുള്ളതായ ദൈവമക്കളോട് കരുണ കാണിക്കുക എന്ന് പറയുന്നത് എത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ഇനി ഒരു സ്റ്റെപ്പ് കൂടി കടന്ന് ഞാൻ പറയുന്നത്, ദൈവം നമ്മൊരു വീട്ടിലാക്കിയിരിക്കുമ്പോൾ വീടിനകത്ത് കരുണ കാണിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളതായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ അതിൻ്റെ ആ വഴി ഒന്ന് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ,
അവർക്ക് കരുണ ലഭിക്കും എന്ന് കർത്താവ് പറയുമ്പോൾ എത്രയോ വിശാലമായ അർത്ഥത്തിലാണ് ആ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ദൈവഭക്തിയുടെ രണ്ടാമത്തെ വിഭജന ഈ വാക്യത്തിലുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നാം കൂടെ ചിന്തിക്കാറുള്ള ഒന്നാണ്. ലോകത്താറുള്ള കളങ്കം പറ്റാതവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ജീവിതമാണ് ദൈവഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഘടകം. ഞാനതൊരു വാചകത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിശദീകരണങ്ങൾ നമ്മൾ ധാരാളം ആവർത്തിച്ച് ഓർക്കാറുള്ളതാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് ഈ വാക്യത്തിൽ നിന്ന് മുൻപോട്ട് പോകട്ടെ. പിതാവായ ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായിട്ട് നമ്മുടെ ജീവിതം തീരണം എന്ന് വരികിൽ കരുണ അർഹിക്കുന്ന ആളുകളോട് കരുണ കാണിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ക്ഷമയോടുള്ള ബന്ധം ഇത് വിശദീകരിച്ചപ്പോഴും ഒടുവിലൊരു വാചകം പറഞ്ഞായിരുന്നു. ക്ഷമ വിതയ്ക്കുന്ന ആളുകൾക്ക് ക്ഷമ കൊയ്യാനായിട്ട് സാധിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അത് ഈ വിഷയബന്ധത്തിനും വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ബന്ധത്തിലുള്ള കരുണയും ഒരു വിധയാണ് എന്നുള്ളതായ വലിയ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നുണ്ട്. നമ്മളത് ഒത്തിരി വിശദീകരിക്കുന്നില്ല, ഒന്ന് വായിച്ച് മാത്രം പോകാം. 6-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ. ഞാനതിൻ്റെ വിശദീകരണം ഒന്നും പറയേണ്ടതായ ആവശ്യമില്ല. അപ്പോൾ അവിടെ എത്രയോ വ്യക്തമായിട്ടാണ് നന്മ ചെയ്യാനുള്ള പ്രബോധനം നൽകുന്നത്. അപ്പോൾ അവിടെ പറയുക, നന്മ ചെയ്യുകയിൽ നാം മടുത്ത് പോകരുത്. അടുത്തൊരു വാക്കുണ്ട്, തളർന്ന് പോകരുത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ നന്മ ചെയ്യുന്നതിൻ്റെ വഴിയിൽ മടുത്തു പോകാനും തളർന്നു പോകാനും ഒക്കെയുള്ളതായ സാധ്യതയുണ്ട്. ഞാൻ അങ്ങോട്ട് പോയാൽ പിന്നെ ആ വഴി ചിലപ്പോൾ പൊയ്ക്കളയും, അതുകൊണ്ട് അതിപ്പോൾ വിശദീകരിക്കേണ്ടെന്ന് വിചാരിക്കുകയാണ്. ഒരു വാചകം ഓർപ്പിക്കാം. നമ്മൾ ധാരാളം നന്മ ചെയ്തു. ഈ നന്മ അനുഭവിച്ച ആളുകൾ നന്ദിയില്ലാതെയൊക്കെ ചിലപ്പോൾ വർത്തിക്കുമ്പോൾ നമ്മൾ മടുത്തു പോകാനും തളർന്നു പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഈ പഠനത്തിൽ തന്നെ ഓർത്തായിരുന്നു, അങ്ങനെയൊന്നുമുള്ള സാഹചര്യത്തിൽ നമ്മളങ്ങനെ മടുത്തും തളർന്നും ഒന്നും പോകേണ്ടതായ കാര്യമില്ല. കാരണം നന്മയ്ക്ക് പകരം തിന്മ അനുഭവിക്കുമ്പോൾ നാം അതിനോട് പ്രതികരിക്കേണ്ട വിധം പ്രതികരിച്ചാൽ അതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള കാര്യം. അത് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നതാണ്. അതുകൊണ്ട് ഇവിടെ ആ പ്രബോധനം പ്രത്യേകിച്ച് ഓർപ്പിക്കുക, മടുത്തു പോകരുത്, തളർന്നു പോകരുത്, അത് തുടരണം എന്നുള്ളതായ കാര്യം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വായിച്ചു നിർത്തി ഒടുവിലത്തെ വാക്യത്തിൽ, ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, കരുണയോടെ അർഹിക്കുന്നവർക്ക് നന്മ ചെയ്യാനുള്ളതായ വലിയ ഉത്തരവാദിത്വവും ദൈവാത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാക്യത്തിൽ പറയുന്നത് നന്മ ചെയ്യുന്നതൊരു വിധയാണ്. അതുകൊണ്ട് ആത്മാവിലുള്ള ആ വിധ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചാൽ, വിതച്ചാൽ എന്ത് ചെയ്യാം? കൊയ്യാം. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് അത് അനുഭവിച്ച ആളുകൾ ഒരുപക്ഷെ നാളെ നന്ദിയില്ലാത്തവരായി തീർന്നാലും നിനക്കൊരു നഷ്ടവും വരികയില്ല. കാരണം പിതാവായ ദൈവത്തിൻ്റെ പ്രസാദത്തിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ നിശ്ചയമായിട്ടും അത്
കൊയ്യാനായിട്ട് കഴിയും എന്നുള്ളതായ അതിമഹത്തായ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് മടുത്തു പോകാതെ കരുണയോടുകൂടി നമ്മുടെ സഹവിശ്വാസികളോടും സഹജീവികളോടും വർത്തിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്യത്തിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇതൊരു വിധയാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ന്യായമായ കൊയ്ത്തിനുള്ളതായ അവകാശം നമുക്കുണ്ട് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വചനം, ഈ സത്യം വിശദീകരിക്കുന്ന 2 വാക്യങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തി പോവുകയാണ്. നമുക്കറിയാം, എങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി പോകാം. റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ ഒരു സഹോദരിയെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ളതായ വാക്കുകൾ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ആ വാക്യം ഒന്ന് വായിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഓർമ്മയിൽ വരുമായിരിക്കും. വായിക്കാം ആദ്യത്തെ 2 വാക്യങ്ങൾ. അപ്പോൾ ഇവിടെ നാം കാണുന്നൊരു കാര്യം, ഈ ഫേബയെക്കുറിച്ചുള്ള ചില പ്രത്യേക പ്രശംസാ കാര്യങ്ങൾ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ചിന്തിക്കുന്നില്ല. അവൾ കെങ്കറ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായിരുന്നു. പിന്നെ നമ്മൾ വായിച്ചു നിർത്തിയ വാക്യത്തിൻ്റെ ഒടുവിൽ വായിക്കുന്നത് അവൾ ധാരാളം സഹായവും വിതച്ചതായ ഒരു സഹോദരിയാണ്. അതിൽ പൗലോസ് എടുത്തു പറയുന്നതായ ഒരു പ്രയോഗം ഇന്ന് പകൽ ഞാൻ വളരെ സന്തോഷത്തോടെ ഓർത്തു. അവൾ പലർക്കും, വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. അപ്പോൾ വേദപുസ്തകത്തിൽ ഇങ്ങനെ പൗലോസിനെ സഹായിച്ചിട്ടുള്ളതായ സഹോദരിമാരെക്കുറിച്ചുള്ളതായ പരാമർശങ്ങൾ കുറവാണ്. ഉണ്ട്, എണ്ണപ്പെട്ട ചില സഹോദരിമാരുണ്ട്. പക്ഷേ ഈ സഹോദരിയെക്കുറിച്ച് എന്തോരു പ്രശംസയാണ് തലമുറകൾക്ക് വേണ്ടി എഴുതി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഞാനിന്ന് പകൽ ഓർത്തൊരു കാര്യം, ഈ സഹോദരി ചെയ്ത സഹായം എന്താണെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പാടില്ല. പൗലോസ് സഹായം എന്താണെന്ന് പറയുന്നില്ല. പക്ഷേ എത്ര നന്ദിയോടുകൂടി ആ കാര്യം ഓർക്കുന്നുണ്ട്. അവൾ അനേകർക്ക്, പലർക്കും, വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു എന്ന് എത്ര മനോഹരമായ സാക്ഷ്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ സഹോദരിക്കുള്ളൊരു വലിയ പ്രശംസയായിട്ടാണത് ഇരിക്കുന്നത്. ഈ പ്രശംസ ലോകമെമ്പാടും ഇന്ന് പ്രസിദ്ധമാണ്. എഴുത്തും വായന അറിയാവുന്ന ആളുകൾക്കെല്ലാം പ്രസിദ്ധമാണ് ഈ സഹോദരി ചെയ്യാൻ ഇടയായിട്ട് തീർന്നതായ കാര്യം. പ്രിയപ്പെട്ടവരെ, നിത്യത അതിൻ്റെ മുഴുവൻ അർത്ഥത്തിനും അത് വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരും. അപ്പം ഞാൻ ഇങ്ങനെ പറയട്ടെ, കരുണയോടെ നന്മ ചെയ്തതായ, സഹായം ചെയ്തതായൊരു സഹോദരിയാണ് ഫേബ. അപ്പം ഞാൻ പറയാനായിട്ട് പോകുന്നത്, ഇവിടെ പൗലോസ് റോമിലുള്ള സഭയ്ക്ക് ഈ വിഷയത്തെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. റോമിലെ സഭ ഒരു വലിയ സഭയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചുരുങ്ങിയത് 5 ഭവനങ്ങളിലെങ്കിലും അവർ ഒരുമിച്ച് കൂടി ആ നിലയിൽ കൂട്ടായ്മ ആചരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ സൂചന ഈ 16-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടെ ഒരു ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ കൈമാറുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. എന്താ ഉത്തരവാദിത്വം? ഈ സഹോദരിയെ കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊള്ളണം. രണ്ടാമത് എന്താ പറയുന്നത്? അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു.
ഇപ്പം ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഇവൾ ചെയ്ത സഹായം തുലവും നിസാരമായിരുന്നിരിക്കാം, പക്ഷേ അവൾക്ക് വേണ്ടി ആ റോമിലുള്ള വിശ്വാസികളെ പൗലോസ് ഒരുമിച്ച് ചുമതലപ്പെടുത്തുന്നതായ കാര്യം, അവൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ ഭരമേൽപ്പിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. സഹായത്തിൻ്റെ അതിവിശാലമായ വാതിൽ ഫേബയ്ക്കു വേണ്ടി തുറക്കപ്പെട്ടതിൻ്റെ കാരണം അവൾ പലർക്കും, വിശേഷാൽ പൗലോസിനു അത്യാവശ്യ സാഹചര്യത്തിൽ സഹായം ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കരുണ കാണിക്കാനും സഹായം ചെയ്യാനും ഒക്കെ ഉള്ളതായ അവസരങ്ങളെ നൽകുമ്പോൾ ആ അവസരങ്ങളെ പ്രാർത്ഥനാപൂർവം പ്രയോജനപ്പെടുത്താനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ പ്രയോജനപ്പെടുത്തുന്നത് ഒരു വലിയ വിതയാണ്. നമുക്ക് ധാരാളം അത് കൊയ്യാനായിട്ട് സാധിക്കും. ഈ ആയുസ്സിലും ഇത് ലാഭകരമാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന കാര്യമല്ലല്ലോ നമ്മുടെ കർത്താവ് അവിടെ പറഞ്ഞത്. പിന്നെ ഇവിടെ കരുണയോടുകൂടി ആളുകളോട് വർത്തിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്, കരുണ വിതയ്ക്കുന്നത് നമുക്ക് ഈ ആയുസ്സിൽ തന്നെ ധാരാളം കരുണ അനുഭവിക്കുന്നതിന് മുഖാന്തരമായിട്ട് തീരാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വാക്ക് ഒന്നുകൂടെ പറയുകയാണ്. ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റവും പ്രസാദകരമായ നിലയിൽ ഈ വലിയ ദൗത്യം വിശ്വസ്തമായി നിർവഹിക്കുന്നു എന്നുള്ളത് നമുക്ക് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നാം ഈ ചിന്തിച്ച രണ്ട് തലങ്ങളെ നമ്മുടെ കർത്താവ് ഒരുമിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് മുമ്പോട്ട് കടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കരുണയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ ക്ഷമയുടെ വഴിയിലാക്കാൻ നമ്മുടെ കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ, ഞെരുക്കങ്ങളിൽ സഹായിക്കുന്ന കാര്യത്തിലും ആ കാര്യം നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കർത്താവ് യോജിപ്പിച്ചിട്ടുള്ളതായ രണ്ട് വാക്യങ്ങൾ ഉണ്ട്. നിങ്ങൾക്ക് നല്ല പരിചയമുള്ള വാക്യമായിരിക്കും, എങ്കിലും ഞാനൊരു ചോദ്യമായിട്ട് ചോദിക്കുവാൻ ധൈര്യപ്പെടുന്നില്ല. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ നമ്മുടെ കർത്താവ് യോജിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. നമുക്കൊന്ന് വായിച്ചു പോകാം. 6-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ആ 38-ാമത്തെ വാക്യം ഞാൻ ഒത്തിരി വിശദമായിട്ട് മണ്ണൂർ ഹോളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ അത് ഒത്തിരി വിശദമായിട്ട് പറയാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ചിലരുടെയെങ്കിലും ഓർമ്മയിൽ കാണുമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിച്ചു വന്ന കാര്യം അവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് നമ്മുടെ കർത്താവ് ഒറ്റ വാക്കിൽ നൽകിയതായ ഒരു കൽപ്പനയും അതോട് ചേർന്ന് പറഞ്ഞ വാഗ്ദത്വവുമാണ്. അപ്പോൾ നമ്മുടെ കർത്താവിന് വേണ്ടി വേർതിരിച്ച് കൊടുക്കുന്നതെല്ലാം അതിൽ ഉൾപ്പെടും. സഭയിലേക്ക് കൊടുക്കുന്നതും മറ്റുള്ളവരോട് കരുണയോടെ സഹായത്തിനായി കൊടുക്കുന്നതെല്ലാം അതിൽ ഉൾപ്പെടുവാനിടയായിട്ട് തീരും. അപ്പോൾ ആ വിഷയത്തിലുള്ളതായ പ്രാധാന്യം എത്രയോ വ്യക്തമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഞാൻ അന്ന് വിശദീകരിച്ചതാണെങ്കിലും ഒരു വാചകം ഒന്ന് പറഞ്ഞോട്ടെ. ഒരു ദൈവ പൈതലിൻ്റെ സാമ്പത്തിക സ്ഥിരതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം
നമ്മുടെ കർത്താവ് ഈ വാക്യത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാക്യത്തിൻ്റെ അന്തസത്ത നിങ്ങൾക്ക് മനസ്സിലായാൽ അത് നിങ്ങളെ നല്ല സാമ്പത്തിക ഭദ്രതയിലേക്ക് നയിക്കുവാൻ ഇടയായിട്ട് തീരും. ഒറ്റ വാക്കിലെ കൽപ്പന ഞാൻ പ്രത്യേകിച്ച് ഇനി വിശദീകരിക്കണ്ടല്ലോ. കൊടുപ്പിൻ. വാഗ്ദത്തം എന്താണ്? എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് അത് വിശദീകരിച്ച് പറയുകയാണ്, അമർത്തിക്കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. എന്നിട്ട് പറയുന്നു, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി വേർതിരിച്ച് കൊടുക്കുന്നത് എത്രയോ അനുഗ്രഹീതമായ കാര്യമാണെന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇത് പഠിക്കാത്തവർ നിശ്ചയമായിട്ടും പഠിക്കണേ. ഇത് പഠിച്ചാൽ അതിൻ്റെ വലിയ നന്മ ഈ ആയുസ്സിലും അനുഭവിക്കാനായിട്ട് സാധിക്കും. ഞാൻ ആ 37-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ വാചകം മാത്രം ഒന്ന് ചേർത്ത് പറയുകയാണ്. അത് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത് വിടുവിൻ എന്നാൽ നിങ്ങളെയും വിടുവിക്കും. നമ്മൾ പക്ഷേ ഇംഗ്ലീഷ് ബൈബിളൊക്കെ വായിക്കുമ്പോൾ ന്യൂ കിങ് ജെയിംസ് വേർഷനിലൊക്കെ ആ വാക്യം നമ്മൾ വായിക്കുന്നത് forgive and you will be forgiven. ഇതാ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ ക്ഷമിക്കൂ, നിങ്ങൾക്കും ക്ഷമ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അപ്പം നോക്കണേ, നമ്മുടെ കർത്താവ് ഈ രണ്ട് കാര്യവും അടുത്ത വാചകങ്ങളിൽ എത്രയോ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച കാര്യവും ഈ ആഴ്ച ചിന്തിച്ച കാര്യവും നമ്മുടെ കർത്താവ് ഈ രണ്ട് വാചകങ്ങളിൽ അടുത്തടുത്ത് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അത് കർത്താവ് ഇത് യോജിപ്പിച്ചത് കൊണ്ടാണ് ഞാനും ഇത് യോജിപ്പിച്ച് വിശദീകരിക്കാം എന്ന് വിചാരിച്ചത്. നമുക്ക് കരുണയോടെ ക്ഷമിക്കാം. നമുക്ക് ധാരാളം ക്ഷമ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് കരുണയോടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ, സഹവിശ്വാസികളുടെ, സഹജീവികളുടെ ആവശ്യങ്ങളിൽ സഹകരിച്ചുകൊണ്ട് കരുണയോടെ ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കത് സാധിക്കുന്നു എന്ന് വരികിൽ നമുക്ക് ധാരാളം കരുണ അനുഭവിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന സമ്പത്ത് വളരെ സൂക്ഷ്മതയോടെ, ഇനി ഗിരിപ്രഭാഷണത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ വായിക്കുന്നത് പോലെ, ഈ ലോകത്തിൽ പുഴുവും തുരുമ്പും കെടുക്കുന്ന ഈ ലോകത്തിൽ നിക്ഷേപിക്കാതെ സ്വർഗത്തിൽ നിക്ഷേപിക്കുവാനുള്ളതായ വലിയ ഉൾക്കാഴ്ച ഇവിടെ നിന്ന് ഉൾക്കൊള്ളേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് കരുണയുടെ ഈ തലങ്ങളിൽ ജയാളികളായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഞാനിവിടെ ഈ കർത്താവ് ഈ നല്ല ശമരിക്കാരൻ്റെ ഉപമ പറയാനും ഈ പ്രബോധനം കൈമാറാനും ഇടയായിട്ട് തീർന്ന ഒരു പശ്ചാത്തലം നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ആ പശ്ചാത്തലവും കൂടി ഒന്ന് പരാമർശിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരു ന്യായശാസ്ത്രിയുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് നമ്മുടെ കർത്താവ് ഈ നല്ല ശമരിയക്കാരൻ്റെ ഉപമ പറഞ്ഞത്. നമ്മളത് വായിക്കുന്നുണ്ട്. അവിടെ ഒരു പ്രബോധനം ചോദ്യകർത്താവിന് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഈ ഉപമയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് ഒടുവിൽ അവനോട് പറഞ്ഞൊരു വാചകമുണ്ട്. നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മൾ ആ ആദ്യം വായിച്ച വാക്യത്തിലുണ്ടായിരുന്നു അത്. നീയും പോയി അല്ലേ, അത് ഓർക്കണേ, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. എങ്ങനെ ചെയ്യുക? കർത്താവ് ഉപമയിൽ വിശദീകരിച്ചതായ അർദ്ധപ്രാണനായ മനുഷ്യന് അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് കരുണ കാണിച്ച് അവന് വേണ്ട സഹായങ്ങളൊക്കെ കൊടുക്കാൻ ഇടയായിട്ട് തീർന്നതായ ആ കാര്യങ്ങൾ
ഈ ന്യായശാസ്ത്രിയോട് വിശദീകരിച്ചിട്ട് കർത്താവ് അവന് ഈ പ്രബോധനം കൊടുക്കുകയാണ്. അപ്പം ഞാനിന്ന് ഈ വേദഭാഗത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തു, ഇത് നമുക്ക് ഏറ്റെടുക്കാവുന്നൊരു മനോഹരമായ പ്രബോധനമാണ്. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ഞാൻ ഈ വേദഭാഗത്ത് നിന്ന് പോലെ അല്പസമയം ചെലവിട്ടപ്പോൾ ഓർത്തു, ഇവൻ വളരെ തെറ്റായൊരു ലക്ഷ്യത്തോടു കൂടി കർത്താവിനെ പരീക്ഷിക്കേണ്ടതിനായിട്ടാണ് ഒരു ചോദ്യവുമായി കർത്താവിൻ്റെ അടുക്കൽ ഈ ന്യായശാസ്ത്രി വരുന്നത്. നിൻ്റെ ഉദ്ദേശം ശരിയല്ലല്ലോ എന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. പക്ഷെ അത് പറഞ്ഞ് അവനെ നിരാശപ്പെടുത്തി വിടുന്നില്ല. പിന്നെയോ അവൻ്റെ ഉദ്ദേശം ശരിയല്ല എന്നും കർത്താവിനെ പരീക്ഷിക്കാനായിട്ടാണ് ഇവൻ ഈ ചോദ്യം ചോദിക്കുന്നതെന്നും കർത്താവ് മനസ്സിലാക്കിയെങ്കിലും എന്തോ ഒരു സ്നേഹത്തോടു കൂടിയാണ് അവൻ്റെ ആ ചോദ്യത്തിൻ്റെ മറുപടി കർത്താവ് വിശദീകരിക്കുന്നതായി നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പ്രബോധനം ഓർപ്പിക്കുക. നമ്മളോട് ആളുകൾ ധാരാളം ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നമുക്ക് ചിലപ്പോൾ ചോദിക്കുന്നയാളുടെ ലക്ഷ്യം ശരിയല്ലെന്ന് മനസ്സിലായാൽ നമുക്ക് ആ ചോദ്യത്തെ അവഗണിച്ച് പോകാനുള്ളൊരു പരീക്ഷ സ്വാഭാവികമായിട്ടുണ്ടാകാം. പക്ഷെ ഇവിടെ നമ്മുടെ ഗുരുനാഥൻ്റെ ഒരു നല്ല മാതൃകയുണ്ട്. ഈ ന്യായശാസ്ത്രി കർത്താവിനെ പരീക്ഷിക്കാനാണ് ചോദിക്കുന്നത് എന്നിരിക്കലും കർത്താവ് അവനോട് വളരെ സ്നേഹത്തോടെ അവന് വേണ്ടിയ ഉപദേശങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. അപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ ഇതൊരു മനോഹരമായിട്ടുള്ള മാതൃകയാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ ആ വാക്യത്തിൽ വേദഭാഗത്ത് 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു പോകാം. അവിടെയാണിത് വിശദീകരിച്ചിട്ടുള്ളത്. ഒത്തിരി ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല, ഒന്ന് വായിക്കാം. ലൂക്കോസ് വിശേഷം 10-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. വാക്യം നല്ല പരിചയമുള്ളതായതുകൊണ്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പ്രയാസം ഉണ്ടാകുകയില്ല. വായിച്ചാട്ടെ. എനിക്കിന്ന് ഈ വേദഭാഗം വലിയ പ്രചോദനം തന്നൊരു വേദഭാഗമാണ്. ഇവൻ പരീക്ഷിച്ച ചോദ്യം നല്ല ഒന്നാം തരം ചോദ്യമായിരുന്നു. എന്തായിരുന്നു ചോദ്യം? ഞാൻ നിത്യജീവന് അവകാശി ആകുവാനായിട്ട് എന്തു ചെയ്യണം? പരീക്ഷിക്കാനാണ് ചോദിച്ചത്. പക്ഷെ ചോദ്യം വളരെ നല്ല ചോദ്യമായിരുന്നു. ഇവനെ കൊണ്ട് തന്നെ കർത്താവ് ഉത്തരം പറയിപ്പിച്ചു. കാരണം 26-ാമത്തെ വാക്യത്തിൽ ഇവന് പ്രമാണം അറിയാവുന്നയാളാണ്. നമുക്കും ഇപ്പോൾ പ്രമാണം അറിയാം. നമ്മൾ ആവർത്തന പുസ്തകത്തിലൂടെ കടന്നു പോയപ്പോൾ ദൈവം എഴുതി കൊടുത്ത പ്രമാണങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ടും ആവർത്തിച്ച ഈ ദിവസങ്ങളിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു. അപ്പോൾ 26-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇവനോട് ചോദിക്കുക, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു? ഇതൊരു അസാധാരണമായ പ്രതിപാദനമാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ചു, ആവർത്തിച്ചത് പറയുന്നതും വായിക്കാനിടയായി തീർന്നു. പക്ഷേ ഇവൻ്റെ ചോദ്യത്തിന് മുമ്പിലുള്ള ലക്ഷ്യം ശരിയല്ലാത്തതുകൊണ്ട് കർത്താവ് ഒരു കാര്യം അവനോട് പറയുന്നുണ്ട്, നീ എങ്ങനെ വായിക്കുന്നു. ഇവിടെ നമുക്കൊരു വലിയ പാഠമുണ്ട്. ദൈവം നമുക്ക് എഴുതി തന്നിട്ടുള്ള പ്രമാണങ്ങൾ വായിക്കേണ്ടതുപോലെ വായിച്ച് ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാനുള്ളതായ ഉത്തരവാദിത്വമുണ്ട്. പിശാച് വചനത്തിൻ്റെ ആ തനിമയിൽ നിന്ന് നമ്മെ തെറ്റിച്ച് കളയുന്നതിനുള്ള വലിയ സാധ്യതയുണ്ട് എന്നുള്ളതായ ഒരു അപകട സൂചന നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ വായിക്കേണ്ടതുപോലെ വായിക്കാം. നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് എന്ത് പറയാനായിട്ട് ആഗ്രഹിച്ചോ അത് അതിൻ്റെ എല്ലാ ലാളിത്യത്തിലും ഉൾക്കൊള്ളത്തക്കവണ്ണം പ്രാർത്ഥനയോടുകൂടി ഉൾക്കൊള്ളേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. അപ്പോൾ അവനോട് കർത്താവ് ഈ കാര്യം ചോദിക്കുമ്പോൾ അവൻ പറയുന്ന ഉത്തരമാണ് 28-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി.
അപ്പോൾ അവൻ പറഞ്ഞ ഉത്തരം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വായിച്ചായിരുന്നു അത് ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകളെ 2 കൽപ്പനകളാക്കി ചുരുക്കിയ ഉത്തരമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വായിച്ചതാണല്ലോ, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. പിന്നെ രണ്ടാമത്തേത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അപ്പോഴാണ് കർത്താവ് അവനോട് പറഞ്ഞത് എന്താ? നീ എന്ത് ചെയ്യണം? നീ ഇത് ചെയ്യണം. അപ്പോൾ നീ പറഞ്ഞ കാര്യം തന്നെ നീ ചെയ്താൽ മതി. അപ്പോൾ ഞാനിന്ന് പകൽ ഈ വേദഭാഗത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തു, ഇവൻ തെറ്റായ ആദരത്തിൽ ചോദിച്ചു, കർത്താവ് അവനെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞ ഈ ഉത്തരം തന്നെ നീ ചെയ്താൽ മതി എന്നുള്ളതായ കൽപ്പനയും കർത്താവ് നൽകുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പരീക്ഷിച്ച് ചോദിക്കാൻ വന്നയാളോട് എന്തോ ഒരു ഭംഗിയായിട്ടാണ് കർത്താവ് അവനെ കൊണ്ട് തന്നെ ഉത്തരവും പറയിപ്പിച്ച് അവനൊരു പ്രബോധനവും നൽകുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഇവിടെ ഇവനോട് പറഞ്ഞ ഈ ഉത്തരം നമുക്കും അതിൻ്റെ എല്ലാ പ്രാധാന്യത്തിലും ഏറ്റെടുക്കാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ ചോദ്യകർത്താവിന് കൊടുത്ത ഈ പ്രബോധനം നമുക്കുള്ള പ്രബോധനമായിരിക്കട്ടെ. നമുക്ക് ഈ പ്രമാണം അതുപോലെ അനുസരിക്കുവാനായിട്ട് സാധിക്കട്ടെ. അവരോട് ഇത് അതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് അവൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം എന്താണ്? എൻ്റെ കൂട്ടുകാരൻ ആരാണ്? അപ്പോൾ അവൻ ആ ചോദ്യം ചോദിച്ചതിൻ്റെ പിമ്പിലുണ്ടായിരുന്ന ലക്ഷ്യം നമുക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലായോ വായിച്ചപ്പോൾ? അവൻ്റെ പിമ്പിലെ ലക്ഷ്യം അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. ഏത് ചോദ്യം? എൻ്റെ കൂട്ടുകാരൻ ആരാണ് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനോട് ഇവൻ ചോദ്യം ചോദിക്കുമ്പോഴും താൻ നീതിമാനാണ് എന്നുള്ളതായ ആ കാര്യം ഉറപ്പിക്കണം എന്നുള്ളതായ ആ ലക്ഷ്യത്തോടു കൂടിയാണ് അവൻ തന്നെത്താൻ നീതീകരിപ്പാനായിട്ട് ഇച്ഛിച്ചിട്ടാണ് ഈ ചോദ്യം ചോദിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. പക്ഷെ കർത്താവ് നല്ല ശമരിക്കാരൻ്റെ ഉപമം വിശദീകരിച്ചിട്ട് 37-ാമത്തെ വാക്യത്തിൽ അവനെ കൊണ്ട് തന്നെ കർത്താവ് ഉത്തരം പറയിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇവനാ ഈ 3 പേരിൽ ആരാണ് അവൻ്റെ കൂട്ടുകാരൻ എന്ന് കർത്താവ് അവനോട് ചോദിച്ചപ്പോൾ അവനാണ് ഉത്തരം പറയുന്നത്. അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ആ ഉത്തരം അവൻ പറയുമ്പോൾ കർത്താവ് അവനെ അടുത്ത ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഈ 2 പ്രബോധനങ്ങൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അവിടെ ഒരു ദൂത് ദൈവാത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. ആ ദൂത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഇവൻ ന്യായപ്രമാണത്തിലെ കൽപ്പന 2ആക്കി ചുരുക്കി പറഞ്ഞ കാര്യം അവൻ അനുസരിക്കുന്നവനാണെന്നുള്ളതായ വിചാരത്തിലാണ് പറഞ്ഞത്. പക്ഷെ ഞാനിന്ന് പകൽ ഈ വായനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഓർത്തു, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് പകൽ ഓർത്ത്, കർത്താവെ, ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ട് എന്നെ കൊണ്ട് പറ്റുമോ? എനിക്ക് പറയാൻ ധൈര്യം തോന്നിയില്ല. കാരണം അതൊരാൾക്ക് തൃപ്തികരമാകും വണ്ണം ചെയ്യാവുന്നൊരു കാര്യമല്ല. പിന്നെ ഈ കാര്യത്തിൽ എത്രത്തോളം ഞാൻ വന്നിട്ടുണ്ടെന്നുള്ളത് എൻ്റെ കർത്താവിന് മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഈ വചനത്തിന് മുമ്പിൽ പകലിരിക്കുമ്പോൾ ഓർത്തൊരു കാര്യം, നമുക്ക് തമ്മിലുള്ള കൽപ്പന അതിശ്രേഷ്ഠമായ കൽപ്പനയാണ്. അപ്പോൾ ഈ കൽപ്പനയോട്
അവളുടെ അനുസരണത്തിൽ നമ്മൾ എത്രത്തോളം ജയാളികളായിട്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് പൂർണ്ണമായും തീരുമാനിക്കാനായിട്ട് കഴിയുകയില്ല. പത്രോസിനോട് ചോദിക്കുക, കർത്താവ് 3 വട്ടം ഒരു ചോദ്യം ചോദിച്ചല്ലോ, നീ എന്നെ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ആദ്യം പത്രോസ് 1-2 ഉത്തരവൊക്കെ പറഞ്ഞു. 3-ാമത്തെ ഉത്തരം എന്തായിരുന്നു നിങ്ങൾ ഓർക്കണ്ടോ? കർത്താവേ, നീ സകലം അറിയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നു എന്നാണ് ഇതുവരെയൊക്കെ പറഞ്ഞത്. പക്ഷേ എൻ്റെ സ്നേഹം എന്തോരം ഉണ്ടെന്നുള്ളത് കർത്താവേ അങ്ങാണ് നന്നായിട്ട് അറിയുന്നത്. പത്രോസിന് അങ്ങനെ പിന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ചോദ്യം ആവർത്തിക്കപ്പെടുമ്പോൾ പത്രോസിൻ്റെ പൂർവ്വകാലവും പത്രോസ് തള്ളിപ്പറഞ്ഞ ചിന്തകളുമൊക്കെ ഒരുപക്ഷെ പത്രോസിൻ്റെ മനസ്സിനെ ഭരിച്ചു കാണുമായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾ ഇന്ന് രാത്രിയിൽ നാം അത് ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിന് ഏറ്റവും തൃപ്തികരമായ സ്നേഹം നമ്മുടെ കർത്താവിനോട് സൂക്ഷിക്കത്തക്കവണ്ണം ദൈവാത്മാവ് കൃപ നൽകട്ടെ. 2-ാമത്തെ ഉത്തരവാദിത്വം എന്താണ്? കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, അതും എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്, നമ്മൾ എത്രത്തോളം ജയാളികളാണ് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് നമ്മളവിടെ എത്രത്തോളം ജയാളികളാണെന്നുള്ളത് നമ്മുടെ യജമാനെ വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഈ ന്യായശാസ്ത്രി കൊണ്ടുവന്ന ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ കർത്താവ് അവനെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിച്ച് എത്രയോ വലിയ ഉത്തരവാദിത്വത്തോടു കൂടി അവനെ പറഞ്ഞയക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഇവനോട് പറഞ്ഞതായി ഈ 2 കൽപ്പനകൾ ഇന്ന് രാത്രിയിൽ ദൈവം നമ്മോട് പറയുന്ന കൽപ്പനയായിട്ട് ഏറ്റെടുക്കാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കൽപ്പനകൾ നമ്മൾ ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ നമ്മുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കാനുള്ള തീരുമാനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചാൽ, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാനുള്ളതായ കൽപ്പന അനുസരിക്കാനുള്ള തീരുമാനത്തിലേക്ക് നാം എത്താനിടയായിട്ട് തീർന്നാൽ, ഈ ന്യായശാസ്ത്രിയോട് പറഞ്ഞതുപോലെ നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതായ കൽപ്പന അതുപോലെ നാം ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ, ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞതായ ഈ വാക്കുകൾ നമ്മിൽ അന്വർത്ഥമാകും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നൽകിയതായ ഈ പ്രബോധനം അതുപോലെ ഏറ്റെടുത്ത് ഈ ഭാഗ്യത്തിന് അവകാശികളായിട്ട് നമ്മുടെ തലമുറയിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം കർത്താവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. അടുത്ത ഭാഗ്യവർണ്ണനയാണ് നമുക്കിതിൽ ഏറ്റവും പരിചയമുള്ളത്. അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ് അവിടെ തുടങ്ങിയാൽ മതിയല്ലോ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ഞാൻ ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കർത്താവ് ഈ വാക്കുകൾ പറയുമ്പോൾ, ഈ പ്രസംഗം പറയുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം തൻ്റെ അനുവാചകർ ആരെ കാണണം? ദൈവത്തെ കാണണം. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ പ്രസംഗം അവരോട് പറയുമ്പോൾ തൻ്റെ അടുത്തിരിക്കുന്ന ശിഷ്യന്മാരുൾപ്പെടെ പുരുഷാരമെല്ലാം ദൈവത്തെ കാണേണ്ടതുപോലെ കാണണം എന്നുള്ളതായ ആ വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഈ പ്രസംഗം പറയാനിടയായിട്ട് തീരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ആ കാര്യം ചിന്തിച്ചപ്പോൾ ഓർത്തു, നമ്മൾ പ്രസംഗം പറയുമ്പോൾ അതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. നമ്മളെ കാണാനല്ല, പിന്നെയോ നമ്മുടെ ദൈവത്തെ അനുവാചകർ കാണാനും കേൾക്കുവാനും ഇടയായിട്ട് തീരുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പാക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ ഭാഗ്യവർണ്ണനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും ഈ ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ഉറപ്പാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.